പ്രതിഷേധത്തിനും പെൻഷൻ പ്രതിസന്ധിക്കും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സ്വകാര്യവൽക്കരണത്തിനെതിരായി അതിശക്തമായ നിയമസമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് അലി റൌത്തർ, കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറി ശ്രീ VP രാധാകൃഷ്ണൻ, ഇവിടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച ലോ കോളേജിൽ എന്റെ സഹപാഠി കൂടിയായിരുന്ന കൂട്ടായ്മയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സനൽകുമാർ ഉൾപ്പെടെ ഈ സമരവേദിയിൽ സന്നിഹിതരായിട്ടുള്ള കൂട്ടായ്മയുടെ സംസ്ഥാന നേതാക്കൾ, അത്യുജ്വലമായ ഈ പ്രതിഷേധ മാർച്ചിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ള KSEB പെൻഷനേഴ്സ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തികച്ചും ന്യായയുക്തമായ നീതിയുക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുമ്പ് നടത്തിയ ഉജ്ജ്വലമായ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് വൻപിച്ച വിജയമാക്കി മാറ്റിത്തീർത്ത മുഴുവൻ പെൻഷനേഴ്സ് കൂട്ടായ്മ കുടുംബാംഗങ്ങളെയും ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുകയാണ്. സങ്കുചിതമായ കക്ഷി, പാർട്ടി, മുന്നണി താൽപര്യങ്ങൾക്കപ്പുറത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പെൻഷൻ പറ്റിപ്പിരിഞ്ഞ റിട്ടയർ ചെയ്യുന്ന ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കൂട്ടായ്മയാണ് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ. ആ പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ചുരുങ്ങിയ കാലത്തെ പ്രവർത്തന കാലയളവിൽ തന്നെ നിയമ പോരാട്ടത്തിലൂടെയും സമര പോരാട്ടത്തിലൂടെയും അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നിലവിലുള്ള ആവശ്യങ്ങൾ, അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ സമരം നടത്തുന്നത്, മാർച്ച് നടത്തുന്നത് പുതിയ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളാണെങ്കിൽ ഇന്ന് KSEBയിൽ പണിയെടുത്ത് പിരിഞ്ഞിട്ടുള്ള പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് സമരം ചെയ്യുന്നത്, മാർച്ച് നടത്തുന്നത്, പ്രക്ഷോഭം നടത്തുന്നത് നിയമാനുസൃതമായി ത്രികക്ഷി കരാറുകളിലൂടെയും അതുപോലെ തന്നെ വിവിധ ഉത്തരവുകളിലൂടെയും ഒക്കെ അനുവദിച്ചിട്ടുള്ള നിയമാനുസൃതമായ ഉത്തരവുകളിലൂടെയും ലഭ്യമായിട്ടുള്ള പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാനും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പെൻഷൻ പറ്റിപ്പിരിഞ്ഞവർ ഇന്ന് സെക്രട്ടേറിയറ്റിൽ സംസ്ഥാനത്തിന്റെ ഭരണ തലസ്ഥാന കേന്ദ്രമായ ശിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിലും മന്ദിരത്തിന് മുന്നിൽ പെൻഷൻകാരുടെ വികാരം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമല്ല. ശ്രീ VP രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ ശ്രീ റാവുത്തറടക്കം എനിക്ക് ശേഷം വിശദീകരിക്കും. 5 സുപ്രധാനമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 2013 കമ്പനിവൽക്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ്, വിദ്യുച്ഛക്തി ബോർഡ് കമ്പനിയായി രൂപാന്തരപ്പെടുന്നത്. 2017 മാസ്റ്റർ ട്രസ്റ്റ് പെൻഷൻ ഫണ്ട് എന്ന നിലയിൽ പുതിയ പെൻഷൻ സ്കീം, അതിന്റെ സാമ്പത്തിക സംവിധാനം നിലവിൽ വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ 2025 നേരത്തെ മുദ്രാവാക്യത്തിൽ പറഞ്ഞതുപോലെ വർഷം 12 കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു കാര്യം പറയുന്നു, ഈ സ്ഥിതിയിലാണ്, ഇതിന്റെ സ്ഥിതി വിവര കണക്കുകൾ പഠിച്ചു നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സ്ഥിതിയിലാണ് ഇലക്ട്രിസിറ്റി ബോർഡും സംസ്ഥാന ഗവൺമെന്റും നയപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഏതെങ്കിലും ഒരു ധനപ്രതിസന്ധിയിൽ ഇലക്ട്രിസിറ്റി ബോർഡ് അകപ്പെട്ടാൽ ആദ്യം നിഷേധിക്കപ്പെടുന്ന ആനുകൂല്യം റിട്ടയർ ചെയ്ത പെൻഷൻകാരുടെ പെൻഷൻ ആനുകൂല്യം എന്നേക്കുമായി നിശ്ചലമാകും, അപ്രസക്തമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് 2013 കമ്പനിവൽക്കരണം ഉണ്ടായപ്പോൾ ത്രികക്ഷി കരാറിലൂടെ, ട്രൈപാർട്ടിയേറ്റ് അഗ്രിമെന്റിലൂടെ പെൻഷൻ സംവിധാനം സംരക്ഷിക്കുമെന്നാണെന്ന് അന്ന് പറഞ്ഞത്. ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർക്കുള്ള പെൻഷൻ അടക്കമുള്ള
സാമ്പത്തികാനുകൂല്യങ്ങൾക്ക് ഒരു മാറ്റവും വരാതെ സംരക്ഷിക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ ത്രികക്ഷി കരാറിന്റെ ഭാഗമായി 2017 നിലവിൽ വന്ന മാസ്റ്റർ ട്രസ്റ്റ് പെൻഷൻ ഫണ്ടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയെങ്കിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലെ പ്രവർത്തന ഫലമായി ആർജവത്തോടുകൂടി ഈ സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ച, കക്ഷി രാഷ്ട്രീയം നോക്കാതെ, യൂണിയൻ താൽപര്യം നോക്കാതെ, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പെൻഷൻ പറ്റിപ്പിരിഞ്ഞ ജീവനക്കാരുടെ പൊതുവികാരം ഉൾക്കൊണ്ടുകൊണ്ട് പെൻഷനേഴ്സ് കൂട്ടായ്മ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2024 ഉത്തരവിറക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നിർബന്ധിതമായത്. എന്താണ് ആ ഉത്തരവ്? കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി. അതിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ 2024 മുദ്രാവാക്യത്തിൽ വിളിച്ച തീയതിയിൽ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. മാസ്റ്റർ ഫണ്ടിലേക്ക് അടയ്ക്കേണ്ട തുക, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വകമാറ്റി ചെലവഴിച്ച തുക 24% പിഴപ്പലിശയടക്കം മാസ്റ്റർ ട്രസ്റ്റ് പെൻഷൻ ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കാൻ നിർബന്ധിതമായത് നിയമ പോരാട്ടത്തിലൂടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് കൂട്ടായ്മ നടത്തിയ നിരന്തരമായ പോരാട്ടത്തിന്റെയും പരിശ്രമത്തിന്റെയും ഭാഗമായിട്ടാണ്. അങ്ങനെ കണക്കുകൾ പരിശോധിച്ചാൽ ശ്രീ വി.പി. രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 24% പിഴപ്പലിശയും 7000 കോടി രൂപയുടെ ബാധ്യതയും ഉൾപ്പെടെ എല്ലാം കൂടി 17,000-ലധികം കോടി രൂപയാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വകമാറ്റി ചെലവഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാസ്റ്റർ ട്രസ്റ്റ് പെൻഷൻ ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കാനുള്ളത്. അപ്പോൾ ഒരു ധനപരമായ പ്രതിസന്ധി വന്നാൽ ഒരു സംശയവും വേണ്ട, ഈ പെൻഷൻ എന്ന് പറയുന്ന, നമുക്കറിയാം പെൻഷൻ 1982 സുപ്രീം കോടതി അന്നത്തെ ജഡ്ജിയായിരുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വൈ.പി. ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഭരണഘടനാ ബെഞ്ചാണെന്നാണ് എന്റെ ഓർമ്മ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെൻഷൻ എന്ന് പറയുന്നത് ആരുടെയും സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഔദാര്യമല്ല. പെൻഷൻ എന്ന് പറയുന്നത് പണിയെടുത്തവരുടെ അവകാശമാണ് എന്ന പ്രഖ്യാപിതമായ വിധി നിലനിൽക്കുന്ന രാജ്യമാണ് ഈ രാജ്യം. ആ രാജ്യത്തെ കമ്പനിവൽക്കരണത്തിന്റെ ഭാഗമായി 2017 നിലവിൽ വന്ന മാസ്റ്റർ ട്രസ്റ്റ് പെൻഷൻ ഫണ്ട് കോടതിയിൽ തന്നെ പരിശോധിച്ചപ്പോൾ കോടതി പറയുന്നു, ഇപ്പോ മാസ്റ്റർ ട്രസ്റ്റ് പെൻഷൻ ഫണ്ടിലെ ഫണ്ട് 0 വകമാറ്റി ഇലക്ട്രിസിറ്റി ബോർഡ് ചെലവഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ത്രികക്ഷി കരാറിലെ വ്യക്തമായ വ്യവസ്ഥകൾ നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് നടത്തിയ വകമാറ്റി ചെലവഴിച്ചതിന്റെ അനന്തരഫലമായി ഉണ്ടായിട്ടുള്ള സംഭവം. അതുകൊണ്ട് ഈ സമരമുഖത്ത് പെൻഷനേഴ്സ് കൂട്ടായ്മ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഈ മാസ്റ്റർ ട്രസ്റ്റ് പെൻഷൻ ഫണ്ട് പുനരുജ്ജീവിപ്പിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ക്ഷാമബത്തയുടെയും ക്ഷാമാശ്വാസബത്തയുടെയും, അല്ലെങ്കിൽ ക്ഷാമാശ്വാസവും ക്ഷാമബത്തയും, DA-യും DR-ഉം, ഡിയർനെസ് അലവൻസും ഡിയർനെസ് റിലീഫും, ഇത് രണ്ടും കുടിശ്ശികയായി കുടിശ്ശിക കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം പറഞ്ഞതിനു ശേഷവും ആ കാര്യത്തിൽ സ്വീകരിക്കുന്ന അലംഭാവം നിങ്ങൾക്കറിയാം. 32 മാസത്തെ, ഞാൻ പറയുന്നത് കൃത്യമായി എനിക്കറിയില്ല, 32-33 മാസക്കാലത്തെ DA കുടിശ്ശിക, DR കുടിശ്ശിക, ആ കുടിശ്ശികയിൽ 2-2.5 വർഷക്കാലത്തെ കുടിശ്ശിക മരവിപ്പിച്ചു കൊടുക്കണമെന്ന് കോടതി പറഞ്ഞു. ഗഡുക്കളായി കൊടുക്കാൻ ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നിർബന്ധിതമായി. അപ്പോൾ ഗഡുക്കളായിട്ടെങ്കിലും കൊടുക്കാനും ലഭിക്കാനും നിർബന്ധിതമാകണമെന്നുണ്ടെങ്കിൽ അതിനും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് കൂട്ടായ്മ ഹൈക്കോടതിയിൽ പോയി നിയമവ്യവഹാരം നടത്തി പോരാട്ടം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തൊരു ഗതികേടാണ്! പെൻഷൻ പറ്റിപ്പിരിഞ്ഞ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരമായ സമരത്തിലൂടെ നിയമാനുസൃതമായി നേടിയെടുത്ത അവകാശങ്ങൾ ലഭ്യമാകണമെങ്കിൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ, DA, DR അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഹൈക്കോടതി ആശ്രയിക്കണമെന്ന് സ്ഥിതി വരുന്നു എന്ന് പറഞ്ഞാൽ
പരമദയനീയമല്ലേ? പ്രത്യേകിച്ചും ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിനെ പിൻപറ്റുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ഉടമസ്ഥതയിലും അധീനതയിലുമുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിയമാനുസൃതമായി പ്രഖ്യാപിക്കപ്പെട്ട BAയും BRും ലഭിക്കണമെങ്കിൽ കോടതിയിൽ പോയി വ്യവഹാരം നടത്തി ഉത്തരവ് വാങ്ങണമെന്ന് പറയുന്ന സ്ഥിതിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ വിഭാഗം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രമാത്രം ഭീകരമാണ് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ സമരമുഖത്തിൽ ആവശ്യപ്പെടുന്ന BA BR കുടിശ്ശിക സഹിതം എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. മാത്രവുമല്ല, ഞാൻ മനസ്സിലാക്കുന്ന ശരിയെങ്കിൽ ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ മാസ്റ്റർ ഫണ്ട് പെൻഷൻ പുനരുജ്ജീവിപ്പിക്കണമെന്നുള്ള ഗവൺമെന്റിന്റെ ഉത്തരവ് കൂടി നിലവിൽ വന്നതിന് ശേഷം ഇപ്പോൾ ചെയ്യുന്നത് BA BR അനുബന്ധ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ ത്രികക്ഷി കരാറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ദീർഘകാല കരാറുകളും ത്രികക്ഷി കരാറുകൾ ഉൾപ്പെടെയുള്ള കരാറിലെ വ്യവസ്ഥകളെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവുകൾ, അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട നിരവധി ഉത്തരവുകൾ. ആ ഉത്തരവുകളിലൂടെ ട്രൈപാർട്ടിയറ്റ് അഗ്രിമെന്റും ലോങ് ടേം അഗ്രിമെന്റിലും പറഞ്ഞിട്ടുള്ള ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്നു, എടുത്തുകളയുന്നു. എന്തൊരു വിരോധാഭാസമാണ്! തൊഴിലാളികളും മാനേജ്മെന്റും അതുപോലെ ഗവൺമെന്റും അല്ലെങ്കിൽ ലേബർ വകുപ്പിന്റെയും സാന്നിധ്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ത്രികക്ഷി കരാർ, ദീർഘകാല കരാറുകൾ, ആ കരാറുകളിൽ ഉറപ്പ് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി എടുത്തുകളയുന്ന സർക്കാർ ഉത്തരവുകളിലൂടെ പ്രത്യേകിച്ചും മാസ്റ്റർ ട്രസ്റ്റ് പെൻഷൻ ഫണ്ട് പുനരുദ്ധരിക്കണമെന്നുള്ള നിർദ്ദേശം വന്നതിന് ശേഷം നിരന്തരമായി നടപ്പിക്കൊണ്ടിരിക്കുന്നതിനായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം. മറ്റൊന്ന്, നാലാമത്തെ ആവശ്യം പ്രധാനമായും മെഡിസെപ്പ് ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിസെപ്പ് നടപ്പാക്കുക. സർക്കാർ ജീവനക്കാർക്ക് സമാന സ്വഭാവത്തിൽ പ്രവർത്തിയെടുക്കുന്ന എല്ലാ വിഭാഗം ജീവനക്കാർക്കും മെഡിസെപ്പ് എന്ന് പറയുന്ന ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട സംവിധാനം നിലനിൽക്കുമ്പോ, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നിലനിൽക്കുമ്പോ KSEBയിലെ പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മെഡിസെപ്പ് ബാധകമല്ല. അതുപോലെ തന്നെയാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ബാധകമല്ല. അത് ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായിട്ടുള്ള ആവശ്യം. ഏറ്റവും ഒടുവിലല്ല, വളരെ പ്രധാനപ്പെട്ടത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ടുള്ള പോരാട്ടം. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സനൽ സൂചിപ്പിച്ചു, മണിയാർ പദ്ധതി BOT പ്രകാരം, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ പ്രകാരം 30 വർഷക്കാലത്തെ കാലാവധി കഴിഞ്ഞതിന് ശേഷം അത് തിരിച്ചെടുക്കാൻ ഉത്തരവാദിത്തമുള്ള ബാധ്യതയുള്ള ഇലക്ട്രിസിറ്റി ബോർഡും സംസ്ഥാന ഗവൺമെന്റും അത് ഏറ്റെടുക്കുന്നില്ല. നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടപ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടി വൈദ്യുതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ഏറ്റെടുക്കുന്നതിന് അനുകൂലമായിട്ടുള്ള മറുപടി പറഞ്ഞപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എഴുന്നേറ്റ് വിദ്യുത് ശക്തി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയെ തിരുത്തി തൽക്കാലം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്, എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുക. ഇവരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രിസിറ്റി നയത്തിനെതിരായി, ഇലക്ട്രിസിറ്റി നിയമത്തിനെതിരായി സമരം ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡുകളുടെ സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി ദീർഘകാലമായി കേന്ദ്ര ഗവൺമെന്റ് നിരവധി നിയമനിർമ്മാണങ്ങളിലൂടെ പരിശ്രമിക്കുമ്പോൾ അതിനെ എതിർത്ത് തോൽപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നവർ തന്നെ സ്വകാര്യ ശക്തികളെ, സ്വകാര്യ മൂലധന ശക്തികളിൽ നിന്ന് ഏറ്റെടുക്കേണ്ടുന്ന മണിയാർ വൈദ്യുതി നിലയം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. അതിന്റെ പിന്നിലുള്ള താൽപര്യമെന്ന്, ആ താൽപര്യത്തിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ കടന്നുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ഒരു വലിയ ഗൂഢാലോചനയുടെയും സാമ്പത്തിക അഴിമതിയുടെയും ഭാഗമായി മണിയാർ വൈദ്യുതി നിലയം സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഗുരുതരമായിട്ടുള്ള വൈദ്യുതി പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന് കരാർ പ്രകാരം, നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന് അവകാശം സ്ഥാപിച്ചു കിട്ടേണ്ടുന്ന മണിയാർ വൈദ്യുതി നിലയം 30 വർഷത്തെ കരാർ കാലാവധി കഴിഞ്ഞതിന് ശേഷം
ആ സ്വകാര്യ മൂലധന ശക്തിക്ക് യഥേഷ്ടം വിനിയോഗിക്കാൻ അവസരം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് സ്വകാര്യവൽക്കരണ പ്രക്രിയയെ പരോക്ഷമായി സഹായിക്കുന്ന നടപടി. ആ ഗവൺമെന്റിന് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രിസിറ്റി നിയമത്തിനെതിരായി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഇലക്ട്രിസിറ്റി നിയമം 2025 ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചപ്പോൾ അവതരണ വേളയിൽ തന്നെ അതിനിശ്ചിതമായ വിമർശനം ഉയർത്തി സഭയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നപ്പോ മുഴുവൻ കക്ഷി നേതാക്കളും പാർലമെന്റിൽ നിന്ന് എഴുന്നേറ്റു. ഈ ബില്ല് നിലവിലുള്ള എല്ലാ ഭരണഘടനാ നിയമങ്ങളുടെയും ഫെഡറൽ ജനാധിപത്യ തത്വങ്ങളുടെയും അതിലംഘനമാണ് എന്ന് കാണിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ അതിനനുകൂലമായി ലോക്സഭയിൽ അതിശക്തമായ ശബ്ദമുയർത്തിയ പശ്ചാത്തലത്തിലാണ് ഒടുവിൽ സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം അവസാനം ബില്ല് സബ്ജക്ട് കമ്മിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടാൻ തീരുമാനിച്ചത്. ഇപ്പോഴും ബിൽ വ്യക്തം കാണാത്തത് അതുകൊണ്ടാണ്. അങ്ങനെ പാർലമെന്റിൽ നമ്മൾ എതിർത്ത് പരാജയപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യുച്ഛക്തി ബോർഡിന്റെ സ്വകാര്യവൽക്കരണ നയത്തിനെതിരായി അതിശക്തമായ ജനകീയ പ്രതിരോധം പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായി മുന്നോട്ട് വെക്കുന്ന ഘട്ടത്തിൽ മണിയാർ വൈദ്യുതി നിലയം കരാറിന്റെ കാലാവധി പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷവും അത് ഏറ്റെടുക്കാൻ സംസ്ഥാന ബോർഡോ സർക്കാരോ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇലക്ട്രിസിറ്റി ബോർഡിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിന് പരോക്ഷമായ പിന്തുണയും ആ നിലപാടിനെ സാധൂകരിക്കുകയും ചെയ്യുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ കൂട്ടായ്മ ആവശ്യപ്പെടുന്നു, പെൻഷനേഴ്സ് കൂട്ടായ്മ ആവശ്യപ്പെടുന്നു. മണിയാർ വൈദ്യുതി നിലയം എത്രയും പെട്ടെന്ന് സംസ്ഥാന ബോർഡും സംസ്ഥാന ഗവൺമെന്റും ഏറ്റെടുക്കണം. സ്വകാര്യവൽക്കരണ നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ഈ പ്രതിഷേധ മാർച്ച് ആവശ്യപ്പെടുന്നു. ഈ 5 സുപ്രധാനമായ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, അതിനെതിരായിട്ടുള്ള ജനകീയ പ്രതിരോധം വളർത്തിക്കൊണ്ടുവരാൻ, അതിനുവേണ്ടിയിട്ടാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് കൂട്ടായ്മ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ നിയമ പോരാട്ടങ്ങളിലൂടെ, സമര പോരാട്ടങ്ങളിലൂടെ പെൻഷൻകാരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും മൌലികമായ വിഷയമായി മുൻനിർത്തിക്കൊണ്ട് സങ്കുചിതമായ പാർട്ടി മുന്നണി യൂണിയൻ താൽപര്യങ്ങൾക്കപ്പുറത്ത്, സർക്കാർ പ്രതിപക്ഷ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് പെൻഷനേഴ്സിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു പൊതുവേദി, അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പൊതുവേദി എന്ന നിലയിൽ രൂപീകരിക്കപ്പെട്ട കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉജ്ജ്വലമായ പരിമിതമായ അംഗങ്ങളാൽ തുടങ്ങിയ ഈ കൂട്ടായ്മ ആയിരക്കണക്കിന് അംഗങ്ങളുള്ള പ്രബലമായ സംഘടനയായി ഇന്ന് വളർന്നുവെങ്കിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരമാണ്. ആ അംഗീകാരം കരുത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി മാറിത്തീരണം. ഇന്ന് ഈ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, മാസ്റ്റർ ട്രസ്റ്റ് പെൻഷൻ ഫണ്ട് പുനരുജ്ജീവിപ്പിക്കുക, DA/DR കുടിശ്ശിക യുദ്ധകാലാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുക, ത്രികക്ഷി അതുപോലെ തന്നെ ദീർഘകാല കരാറുകളിലെ വ്യവസ്ഥകളെ അപ്രസക്തമാക്കുന്ന സർക്കാർ ഉത്തരവുകൾ പിൻവലിക്കുക, മെഡിസപ്പം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും പെൻഷൻകാർക്ക് ഏർപ്പെടുത്തുക, സ്വകാര്യവൽക്കരണത്തിന് വഴിതെളിക്കുന്ന മണിയാർ വൈദ്യുതി നിലയം അത് ഏറ്റെടുക്കാതിരിക്കാനുള്ള നടപടിയിൽ നിന്ന് പിന്തിരിഞ്ഞ് സ്വകാര്യവൽക്കരണത്തിന് നീക്കത്തെ പ്രതിരോധിക്കാൻ സർക്കാരും ബോർഡും തയ്യാറാകുക. ഈ 5 ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട 5 ആവശ്യങ്ങൾ ബോർഡിനെയും ജീവനക്കാരെയും പെൻഷൻകാരെയും ഒരുപോലെ ബാധിക്കുന്ന സുപ്രധാനമായ ഈ 5 ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിന്റെ കുന്തമരയിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് കൂട്ടായ്മ സജീവമായിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ആവേശകരമായി മുദ്രാവാക്യം വിളിച്ച് ജീവിതത്തിന്റെ ഉത്തരാർത്ഥത്തിൽ 30-35 വർഷം ബോർഡിൽ സർവീസിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രിക് പോസ്റ്റിൽ കയറി ജീവൽ പ്രതിസന്ധിയെപ്പോലും നേരിട്ടുകൊണ്ട് ലൈൻമാനായി പണിയെടുത്തവർ, സൂപ്പർവൈസറായി പണിയെടുത്തവർ, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ പണിയെടുത്തവർ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പണിയെടുത്തവർ, ചീഫ് എഞ്ചിനീയർ അടക്കം ഇതിന്റെ പ്രസിഡന്റ് മുഹമ്മദ് റാവുത്തർ,
കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഡയറക്ടർ ബോർഡിലെ അംഗമായിരുന്നു. അപ്പൊ ഡയറക്ടർ ബോർഡ് അംഗം മുതൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിലെ തൂപ്പുകാരൻ വരെയുള്ള മുഴുവനും ഒരു കുടക്കീഴടങ്ങിലുകൊണ്ട് അവരുടെ മൗലികവും സുപ്രീം കോടതി പ്രഖ്യാപിച്ച നിയമാനുസൃതമായിട്ടുള്ള അവകാശവുമായ പെൻഷൻ, അനുബന്ധ ആനുകൂല്യങ്ങൾ, DA, DR അടക്കമുള്ള ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഈ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വൈദ്യുതി വകുപ്പിൽ നിന്ന് പിരിഞ്ഞ മുഴുവൻ ജീവനക്കാരെയും പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ കുടുംബാംഗങ്ങളെയും ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിന്റെ മുന്നേറ്റത്തിൽ ഞാൻ അടക്കമുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും സമ്പൂർണമായ പിന്തുണയും സഹായവും ഉണ്ടാകുന്ന ഈ അവസരത്തിൽ ഉറപ്പു നൽകിക്കൊണ്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി ഈ അവകാശ സംരക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ ഉറപ്പു നൽകിക്കൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ച് ഈ സമരം ഉജ്ജ്വല വിജയമായി ഭാവിയിൽ പരിണമിക്കട്ടെ എന്ന് ഒരു പ്രത്യേകം പ്രത്യാശിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കും.